ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റിവ്യൂസ് എടുത്ത് നോക്കി. ടു ബി ഹോണസ്റ്റ് പറയുന്നത് എനിക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് നോക്കുന്നത്. ഇത്രയും ദൂരം പോകണ്ടേ അവള് ഡെയിലി. അന്ന് തന്നെ പപ്പ പേയ്മെന്റ് ചെയ്യും. എന്റെ മക്കളെ ഇത്രയും പഠിപ്പിച്ചിട്ട് അവർക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിയില്ല എന്നുള്ളത് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൂർണ്ണ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിന്റെ ഈ വിജയം. എൻ്റെ പേര് റിനു. എനിക്ക് കഴിഞ്ഞ വർഷം 2023-24 SBI PO ആയിട്ട് സെലക്ഷൻ കിട്ടി. ഞാൻ IBSലാണ് പഠിച്ചത്. അതിൽ തന്നെ ഞാൻ കായംകുളം ബ്രാഞ്ചിലാണ് പഠിച്ചത്. പിന്നീട് ഞാൻ ഒരു സയൻസ് ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് ബാങ്കിങ് ഫീൽഡിൽ ഒരു സക്സസ് കിട്ടുമെന്നുള്ളത്. അപ്പം ആ ടൈമിലൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. ഇതിൽ വന്നാൽ നീ ഒരുപാട് അല്ലെങ്കിൽ നിനക്കൊരു സക്സസ് ഉണ്ടാകും എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്നത് എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഒരു 3 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പം അത് ഉണ്ടായിട്ടും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു വീട്ടുകാർ. അതുകൊണ്ടാണ് എനിക്ക് ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റിയത്. കാരണം കുഞ്ഞുണ്ടായിട്ടും നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി പഠിക്കണമെന്നും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡും, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. മകനാണ് ഇത് സെലക്ട് ചെയ്തത് IBS. അപ്പം ഞങ്ങൾ വളരെ വിഷമത്തിൽ പറഞ്ഞു, ഇത്രയും ദൂരം പോകണ്ടേ അവൾ ഡെയിലി. അപ്പം മോനൊരു കാര്യം ചെയ്യും, മോന് തിരുവല്ലയിൽ ഇവിടെ ഇല്ലമ്മേ ഞാൻ അവിടെ തന്നെ ചേർത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ അവൾ ഓൺലൈനായിട്ട് പഠിച്ചു. അത് സാരമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ മേളിൽ കയറിയിരുന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ മോൾക്ക് അവിടെ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റായി. കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ മോൾ അതങ്ങ് നിർത്തിയെന്നോ എന്തുവാണോ ഏതാണ്ടൊക്കെ പ്രശ്നം. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മോളെ നിൽക്കാൻ സമ്മതിച്ചില്ല. വേറൊരു ജോലിക്കും പോകാം, പ്രൈവറ്റ് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. വേണ്ട, ഇത് തന്നെ തുടർന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും മുമ്പോട്ട് പോകാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇനിയിപ്പോൾ ഒരു കുട്ടി ആയി കഴിഞ്ഞാലൊക്കെ പാടാം. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് ബാങ്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അറിഞ്ഞത്. ബാങ്കിങ് ഞാൻ നോക്കി. ഇപ്പം ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റിവ്യൂസ് എടുത്ത് നോക്കി. ടു ബി ഹോണസ്റ്റ് പറയുന്നത് കുറേ റിവ്യൂസ് നോക്കി. തിരുവല്ലയുള്ളത് നോക്കി, അത് നോക്കി, കൊല്ലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് കായംകുളം കണ്ടത്. അപ്പോൾ കായംകുളത്ത് IBS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ റിവ്യൂ നോക്കിയായിരുന്നു. ശരിക്കും റിവ്യൂ നന്നായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഓക്കെ ഫൈൻ, ഇതൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം നല്ല ജെന്യുവൻ ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസാണ് കിടക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ റിനുവിന് അത്യാവശ്യം ഞാൻ ആദ്യം ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക്, അതായത് റിനുവിൻ്റെ വീട് വലിയഴിക്കലാണ്, അപ്പം അവിടെ കൊണ്ട് നിർത്താമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ട് എനിക്ക് പഠിപ്പിച്ചിട്ടുള്ള ജോൺ സാറും ബിബിൻ സാറും അങ്ങനെ ഒത്തിരി നല്ല ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ പ്രാക്ടീസ് സെക്ഷന് പോയ സമയത്ത് ഒരു നല്ല ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അവിടെ പ്രാക്ടീസ് സെക്ഷനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം, നല്ലൊരു ലാബുണ്ട്, പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിനുവിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ്, PO ജോബ് എന്ന് പറഞ്ഞ ഈ ഒരു അച്ചീവ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു പങ്ക് IBS വഹിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ IBSനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം വേർഡ് ഓഫ് മൗത്ത് ആണെങ്കിൽ ഇപ്പോൾ കായംകുളത്ത് വന്നിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി തിരക്കുവാണെങ്കിലൊക്കെ ആൾക്കാർ, ഇപ്പോൾ നമ്മളിപ്പോൾ പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇവിടെ നല്ലൊരു ബാങ്ക് കോച്ചിങ് സെൻറ്റർ ഏതാന്ന് പറഞ്ഞാൽ അത് പറയാനായിട്ട് കായംകുളംകാരെ സംബന്ധിച്ചിട്ടുണ്ട്, കായംകുളവും നല്ല എനിക്ക് തോന്നുന്നത് ആ ഒരു അമ്പലപ്പുഴ കഴിഞ്ഞിട്ട് പറയുമ്പോൾ തന്നെ IBSന് അത്യാവശ്യം നല്ല പേരുണ്ടായിരുന്നു. അപ്പം കാരണം ഞാൻ റിനുവിനെ ഇവിടേക്ക് കൊണ്ട് ചേർക്കാനായിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ റിനുവിൻ്റെ പപ്പ, ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പപ്പയിടയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ പപ്പ ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്ത് തന്നെ ഉണ്ട്, ഒന്ന് പോയി പപ്പ ഒന്ന് തിരക്കൂ, കാര്യങ്ങളൊക്കെ നല്ലതാണ്, പപ്പക്കുവാണെങ്കിൽ പേയ്മെൻറ്റും കൂടെ അങ്ങ് അടച്ചിട്ട് പോരൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പപ്പയെ വിട്ടപ്പോഴത്തേക്കാണെങ്കിലും പപ്പ അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നത് ദ്വിജാമിസിനെയൊക്കെ പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പപ്പയാണെങ്കിലും പപ്പയെ സംബന്ധിച്ചിടത്തോളം പപ്പ അങ്ങനെ ഒറ്റയടിക്ക് ഒരു കാര്യത്തിന് യെസ് പറയുന്ന ഒരാളല്ല. പപ്പ എല്ലാ വശവും ചിന്തിച്ച് തിരക്കിയിട്ടൊക്കെയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റും അവിടെ കുട്ടികളിരുന്ന് പഠിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പ ഹാപ്പിയായി. അന്ന് തന്നെ പപ്പ പേയ്മെൻറ്റ് ചെയ്യുകയും പപ്പ എന്നെ വിളിച്ച് പറയുമായിരുന്നു, മോനെ ഇത് നല്ലതാണ്, നമുക്ക് റിനു ഇത് നേടിയെടുക്കും എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. IBS വേണമെന്നുള്ള തീരുമാനം ഞാനാണ് എടുത്തത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടറിവ് വെച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് എൻ്റെ സ്വന്തം ബോധ്യത്തിൽ ഞാനാണ് ഒരു തീരുമാനം എടുത്തത്. ഈ IBSയുടെ സപ്പോർട്ട് കൂടി എൻ്റെ മോൾക്ക് PO പ്രത്യേകിച്ച്
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ പോസ്റ്റിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടെ എൻ്റെ മോൾക്ക് പ്രൊബേഷണൽ ഓഫീസറായിട്ട് കിട്ടിയതിൽ ഞാനും എൻ്റെ കുടുംബവും വളരെ അധികമായ സന്തോഷത്തിലാണ് ഞങ്ങൾ. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ഈ വിജയം ഇത്ര വളരെ സുനിശ്ചിതമായത്. എനിക്ക് തോന്നുന്നൊരു 2 മണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ മോളെ ഞാൻ അംഗൻവാടിയിൽ നിന്ന് വിളിക്കാൻ പോകുന്ന ടൈമിലായിരുന്നു എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോൾ വന്നു, ഇതുപോലെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോഴും എനിക്ക് ഓൾറെഡി ഫേക്കൊക്കെ വന്നതുകൊണ്ട് പിന്നെ എനിക്ക് എന്തോ ഞാൻ സാധാരണ റിസൾട്ട് വരുമ്പോൾ തന്നെ ഞാൻ ആ മൊമെൻറ്റിൽ തന്നെ നോക്കാറുണ്ട്. പക്ഷേ ഇതെന്തോ എനിക്ക് അന്നേരം നോക്കാൻ തോന്നിയില്ല. എന്താണെന്ന് എനിക്കതിൽ ഫേക്ക് വന്നതുകൊണ്ടായിരിക്കും. ഞാൻ അപ്പോൾ പറഞ്ഞു നോക്കാം, ഇതുപോലെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, തിരിച്ചു വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമതും വിളിച്ച് പറഞ്ഞപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ PDF എടുത്ത് നോക്കി എൻ്റെ നമ്പർ ഇങ്ങനെ അടിച്ച് നോക്കിയപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 4 ഡിജിറ്റ് കഴിച്ചപ്പോൾ ഉണ്ട്, അതിൽ PDF നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അപ്പോഴും ഞാൻ മനസ്സിലാക്കും എൻ്റെ നമ്പർ തന്നെ. കാരണം എനിക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്, സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേറൊരാൾക്ക് കിട്ടിയെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമ്പർ നോക്കുമ്പോൾ എൻ്റെ നമ്പറുണ്ട്. പിന്നീട് ഞാൻ 2-3 വട്ടം എൻ്റെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, കാരണം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ 3-4 വട്ടം അടിച്ചപ്പോഴും എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ ആ മൊമെൻ്റ് എനിക്ക് വിശ്വസിക്കാൻ ഒത്തിരി തവണ അടിച്ചു നോക്കിയിട്ടും എൻ്റെ നമ്പർ അതിലുണ്ട്. എന്തോ പറയണ്ടേ, നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലോ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് SBI PO എന്നൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിൽ എന്തോ വലിയൊരു, ഞാനത് അപ്ലൈ ചെയ്യുന്നത് തൊട്ടേ എനിക്ക് പോയി PO ആയതുകൊണ്ട് എനിക്ക് PO ആണ് എഴുതാൻ പറ്റുന്നത്. അപ്പം ഞാൻ വിചാരിക്കും PO ആയതുകൊണ്ട് ഞാൻ അങ്ങ് എഴുതുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കത് റീച്ച് ചെയ്യാൻ പറ്റും, അത്രയും ഒരു ഹൈ പോസ്റ്റിൽ എനിക്ക് പറ്റും എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല. എൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടെങ്കിലും ഈ റിസൾട്ട് വരുന്നത് വരെയും ഞാൻ നോക്കുമ്പോഴും എന്നെക്കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര എന്തുവാ പറയുന്നത്, വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അന്നേരം ഞാൻ വീണ്ടും അടിച്ചെങ്കിൽ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം, ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടനാണെങ്കിൽ അതിനെക്കാട്ടി ഹാപ്പി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ഞാൻ IBSc പഠിച്ചത് കൊണ്ടാണ്. ഞങ്ങളെ വളരെ ഹാപ്പിയാണ്. മോളെ IBSc വിട്ട് പഠിപ്പിച്ചു. ഒത്തിരി സ്ട്രഗിള് നേരിട്ടാണ് പഠിച്ചു വന്നതും. യാത്രയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഈ ഒരു നിലയിലെത്തിയതിൽ ഞങ്ങൾ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ സിനുവിൻ്റെ അമ്മയാണ്. ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ മോൾക്ക് ബാങ്കിലൊരു ജോലി കിട്ടുന്നത്. ഇവൾക്ക് ടീച്ചർ ആകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവർ വേറെ ഒരു ഇതിലോട്ട് കൊണ്ടുപോയപ്പോൾ ഇവൾ കിട്ടുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അരുണിൻ്റെ ഹസ്ബൻഡിൻ്റെ വളരെ സപ്പോർട്ടുണ്ട്. എന്നെ എപ്പോഴും പറഞ്ഞ് ഇതാക്കും, അമ്മച്ചി വിഷമിക്കേണ്ട, കിട്ടും, അവൾ പഠിക്കും, അവൾ പഠിച്ച് കയറും, അത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിയായ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഈ അമ്മയുടെ പാർവതി അമ്മയുടെ ഇതാണോ എന്തുവാണോ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട്. സന്തോഷം കൊണ്ട് അതിയായ സന്തോഷമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും വളരെയേറെ നന്ദി ഉണ്ട്. എൻ്റെ മോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യും. മോളെ കൊണ്ടുപോയി വീട്ടുകാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷമുണ്ട്. എൻ്റെ പപ്പായുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു മക്കൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നുള്ളത്. അപ്പം അതെന്നെക്കൊണ്ട് എന്തായാലും സാധിച്ചു കൊടുക്കാൻ പറ്റി. പപ്പ എപ്പോഴും പറയായിരുന്നു, ഞാൻ എൻ്റെ മക്കളെ ഇത്രയും പഠിപ്പിച്ചിട്ട് അവർക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയില്ല എന്നുള്ളത്. എന്തായാലും ആ ഒരു വിഷമം ഇപ്പോൾ മാറിക്കിട്ടിയെന്ന് എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പപ്പയാണ് പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IBSൽ പോയി തിരക്കിയതും അവിടെ ചെന്ന് എനിക്ക് എല്ലാ മെറ്റീരിയലും വാങ്ങിച്ചു തന്നതും ആദ്യം ഫീസ് അടച്ചതും എല്ലാം ചെയ്തത് പപ്പയാണ്. അങ്ങനെ ചെയ്തു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പണ്ട് സ്കൂളുകളിൽ പോയി ഓരോ അച്ഛനമ്മമാർ അവരുടെ മക്കളുടെ കാര്യം തിരക്കുന്ന പോലെ ഞാനിപ്പോൾ കോച്ചിങ്ങിനാണ് പോകുന്നതെങ്കിൽ പോലും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ കായംകുളത്ത് വന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് തിരക്കും. എൻ്റെ മോൾ എന്നെ കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തിരക്കുകയും അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ജോലി കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ പപ്പയുടെ കാര്യം ഓർക്കുമ്പോഴാണ് വളരെ സന്തോഷം തോന്നുന്നത്. എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ അമ്മയെ. അമ്മ എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. കാരണം അവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ അമ്മയെന്ന് വെച്ചാൽ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഒക്കെ ടൈം വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്നാണ് പഠിക്കാറുള്ളത്. ഇവിടെ വരുമ്പം അമ്മയാണെങ്കിൽ വീട്ടു കാര്യങ്ങളും എൻ്റെ മോടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എനിക്ക് പഠനം മാത്രമായിട്ടെന്ന് വെച്ചാൽ അത്രയും എനിക്ക് ടൈം സേവ് ചെയ്ത് തരുമായിരുന്നു. അത്രയും ഭയങ്കര സപ്പോർട്ടീവാണ്. അതായത് എനിക്ക് ഒരു കാര്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യത്തിലും എൻ്റെ മോളുടെ കാര്യത്തിലോ വീട്ടുകാര്യങ്ങളോ ഒന്നും എനിക്ക് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. അമ്മ പറയും ഞാൻ നോക്കിക്കോളാം, നീ പഠിച്ചാൽ മാത്രം മതി. അപ്പം ഇത് കിട്ടിയപ്പോൾ എനിക്കറിയാം എൻ്റെ പേരൻസിനായിരിക്കും എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ എന്നെക്കാട്ടിലും ഒരു പക്ഷേ എൻ്റെ പേരൻസ് ആയിരിക്കും ഒത്തിരി സന്തോഷിക്കുന്നത്.
ബാങ്കും SSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇങ്ങനൊരു സക്സസ് കിട്ടിയത് ഞാൻ IBS പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് കൊണ്ടാണ്. അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ IBS റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സക്സസ് ഉണ്ടാകും.